ഒന്നും നടക്കണില്ലല്ലോ. കാരണം ചൂട് കൂടിയാലും മഴ വന്നാലും മുഖ്യമന്ത്രി പോയിരിക്കുകയല്ലേ. ഇത് രണ്ടിൻ്റെയും പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ സ്ഥലത്തില്ല. പിന്നെ ചെയ്യാനാ, ആരോട് പറയാൻ? ഭരണസമ്പന്നം ഉണ്ടായോ? ഭരണസമ്പന്നം ഇവിടെ ഭരണമില്ലല്ലോ, ഇതിനെന്താ സംഭിക്കാൻ? സാധനം വേണ്ടേ? ഭരണം ഉണ്ടെങ്കിലല്ലേ സംഭിക്കുള്ളൂ. ഇല്ല ആ സംഭവം. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. ഒരാൾ സിംഗപ്പൂരിലേക്ക് പോയി, ഉള്ളവർ തന്നെ ടൂറ് പോയി. മഴക്കാല ശുചീകരണം പോയിട്ട് ഒന്നും നടക്കുന്നില്ല അവിടെ. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആളുകൾ പോലും, ഈശ്വരൻ പോലും വിശ്രമിച്ചു എന്നാണ് AK ബാലനൊക്കെ പറഞ്ഞത്. വിശ്രമിക്കുന്നതിൽ കുറ്റമില്ല, വിശ്രമിക്കുന്നതല്ല കുറ്റം. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ വിശ്രമിക്കാൻ കേന്ദ്രം. അല്ല, അദ്ദേഹം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അതിനൊന്നും തയ്യാറാറുണ്ട്. പക്ഷേ എന്തിനു പോയെന്ന് പറയണം. വിശ്രമിക്കാൻ പോയി, അത് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കാൻ പോകണ്ടെന്ന് ആരെങ്കിലും പറയുമോ? പക്ഷെ ആരോടും മിണ്ടാണ്ട് സുപ്രഭാതത്തിലങ്ങ് മുങ്ങിയപ്പോഴാണ് ചോദിച്ചത് എവിടെയാണ്, എങ്ങനെ പോയി, ആരെങ്കിലും സ്പോൺസർ ചെയ്തോ? അത് പറഞ്ഞാൽ എല്ലാം സ്വന്തം കാശുകൊണ്ടാണ്, പ്രശ്നമില്ല, പോയിക്കോട്ടെ. പക്ഷേ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയിന്ന ഒരു വാക്ക് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഗവർണർ പോലും അറിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ UDF-നകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഒരു അനൈക്യം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് പലരും വിട്ടു നിൽക്കുന്ന ഒരു വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് അദ്ദേഹം തുറന്നു. അതിനൊന്നും അത്രയൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും കുറച്ച് വാർത്തകൾ വേണ്ട. ഇപ്പോൾ ഒരു മാസം വെറുതെ ഇരിക്കാൻ നിങ്ങൾക്കും പറ്റുമോ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ഉണ്ടാക്കിക്കോ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അല്ല, അത് വിട്ടു നിന്നൊക്കെ ശരിയാണോ? അല്ല, അത് ഒരാൾ, ഞാൻ ചോദിച്ചു, ഈ ഇലക്ഷൻ കാലത്ത് ചാർജ് മാറ്റി കൊടുത്താണ്, തിരിച്ചു കൊടുത്തു. അന്ന് ചാർജ് എടുത്തു, അത്ര സ്വാഭാവികമായിട്ടാണ് ചാർജ് നേരെ വെച്ചാൽ ആദ്യമായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ അല്ല, ഞാനും പോവല്ലോ. ആദ്യമായിട്ടാണ് ഒരു KPCC പ്രസിഡൻറ്റ് ചാർജ് എടുക്കുന്നതെങ്കിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കും. ഇതങ്ങനെയല്ല, ചാർജ് തിരിച്ചു കൊടുത്തു, അദ്ദേഹം തിരിച്ചു വന്ന് ഏറ്റെടുത്തു. തിരിച്ചു കൊടുക്കുന്ന ആളെങ്കിലും വരേണ്ട പരിപാടി. അത് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചാൽ മതി, എന്താ വരാഞ്ഞത്, എന്തെങ്കിലും അസൗകര്യം ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടാവും. പക്ഷേ ഇതൊന്നും ഒരു വാർത്തയാക്കേണ്ട ഒരു കാര്യമില്ല.